ഹലോ, അസ്സലാമു അലൈക്കും. റിയാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. ഞങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ. ഞങ്ങളെല്ലാവരും സുഖത്തിനും സന്തോഷത്തിലും എല്ലാവരും ഇരിക്കട്ടെ. ഞാനിവിടെ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബ്രെഡ് റോസ്റ്റാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള റോസ്റ്റാണ്. കാരണം അതിൽ നമ്മൾ ഈ മുട്ട ചട്നി എന്ന് പറയാം. പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും മല്ലിയിലയും അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഇങ്ങനെ ഇതാക്കിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിയൂല, മുട്ട അല്ലേ. അപ്പോൾ അങ്ങനെ നുറുക്കി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ട്, അത് പുതിനയില ഇട്ട് കൊടുക്കാം. ശരിക്കൊരു മുട്ടൻ്റെ ചട്നി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് പുതിനയിലയും അതിൻ്റെ ഇലകൾ നുള്ളി അതിലിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എത്ര നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ അത്ര പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളുള്ളിയും ഇട്ട് കൊടുക്കാം. 5-6 അല്ലി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിക്കാൻ ആവശ്യമായിട്ട് ആവശ്യത്തിനുള്ള പുളി എന്ന് വെച്ചാൽ കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു ചട്നീൻ്റെ കൂട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത്ര അളവിൽ പുളിയെടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ച് വരാം. അതങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെയൊന്നും നന്നായിട്ട് അടിച്ച് കൊണ്ടുവരണം. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല, തരിപ്പ് ഉണ്ടാകാൻ പാടില്ല. നല്ലതായിട്ട് അടിച്ച് പോലെ അടിച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് മുട്ടൻ്റെ മിക്സ് എടുത്തിട്ട് നമുക്ക് ബ്രെഡ് എടുത്ത് അതിൽ മുക്കിയിട്ട് പിന്നെ പാനിൽ ഓയിൽ ഒഴിച്ച് അതിൽ ഇട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രീം കളർ കണ്ടാകും. നമ്മൾ ഇലകളൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ലോണം ഓരോരോ പിടിയായിട്ട് ഇടണം. ഇലയും കറിവേപ്പിലയും പുതിനയിലെല്ലാം കുറച്ച് നന്നായിട്ട് തന്നെ ഇടണം. ഇത് നന്നായിട്ട് ഒരു ഭാഗം മൊരിയുമ്പോൾ പിന്നെയും തിരിച്ചിട്ട് നന്നായിട്ട് 2 ഭാഗവും മൊരിച്ചെടുക്കുക. കുറച്ച് ഓയിൽ നന്നായിട്ട് ഒഴിക്കുക കേട്ടോ. ഓയിൽ നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾക്ക് മുട്ടക്കൂട്ട് തീരുന്നവരെ മുട്ടക്കൂട്ട് തീരുന്നവരെ ബ്രെഡ് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ മുട്ട അധികം എടുക്കണം. എന്നിട്ട് ഉപ്പൊക്കെ കണക്കാക്കി ഇതുപോലെ അടിച്ചാലും മതി. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ 3 മുട്ടയാണ് എടുത്തത്. അതിന് വലിയ ബ്രെഡുമാണ്, ചെറിയ ബ്രെഡല്ല, വലിയ ബ്രെഡാണ്. അതുകൊണ്ട് എത്ര കിട്ടും എന്ന് വെച്ചാൽ അത്ര മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പുളിയൊക്കെ ഇട്ട് മുട്ടച്ചട്ടിനി ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ഇടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.